ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലെ ക്രിസ്തു ഭാഗം 38. തുടർന്ന് പരിശുദ്ധാത്മാവ് ഒരാളായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വാക്യാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നത് മനുഷ്യർക്ക് ദൈവേഷ്ടം വെളിപ്പെടുത്തുന്ന ഒരു നല്ല ആത്മാവായും, അതായത് ദൈവിക പ്രവൃത്തികൾ ചെയ്യുന്ന ശക്തിയുള്ള ഒരു ആത്മാവിനെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും കൃപയെയും ഇത് കാണിച്ചിരുന്നു. അത് ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 2 കാണുന്ന ആദിയിൽ ഭൂമി പാഴും ശൂന്യവുമായിരുന്നപ്പോൾ അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ യോബിൻ്റെ പുസ്തകം 27:3 33:4 നോക്കിക്കാണുക. കൂടാതെ വെള്ളവും വെളിച്ചവും തീയും കാറ്റും പരിശുദ്ധാത്മാവിന് അടയാളങ്ങളായി പറയപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാർ ഇക്കാര്യങ്ങളെ വാക്യാടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 44:3 ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും എന്നാണ്. ഇത് കൂടാതെ യെഹെസ്കേൽ പ്രവാചകനും 36:25-27 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലനായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജനത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്നത്രേ. സഖരിയാവ് 12:10 കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ നെഹമ്യ 9:20 സങ്കീർത്തനം 51:11 143:10 നോക്കിക്കാണുക. ദൈവം വളരെ വിശേഷമായി ഇസ്രായേൽ ജനങ്ങൾക്ക് ഈ ആത്മാവിനെ നൽകിയിരിക്കുന്നുവെന്ന് അവർ ചിന്തിച്ചു വന്നു. ഇപ്രകാരം ദൈവം തൻ്റെ ആത്മാവിനെ പ്രവാചകന്മാരിൽ കൂടി തൻ്റെ ജനത്തോട് വെളിപ്പെടുത്തിയ വാക്യങ്ങളിലൂടെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരം തന്നെ യോഹന്നാൻ സ്നാപകനും കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് 1:8 ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നീട് യേശുക്രിസ്തു താൻ ക്രൂശിക്കപ്പെടുന്നതിനും സ്വർഗാരോഹണം ചെയ്യുന്നതിനും മുമ്പ് ശിഷ്യന്മാരോട് ഇപ്രകാരം വാഗ്ദത്തം ചെയ്തു പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നോക്കൂ, യോഹന്നാൻ 14:16 കൂടാതെ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 16:7-8 വാക്യങ്ങളുടെ ഉപദേശം. മാത്രമല്ല, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. 16:13-14 വാക്യങ്ങൾ. കൂടാതെ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 13-31 മുതൽ 16-33 വരെ അതിഗഹനമായ അധ്യായങ്ങളാണ്. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.